തിരികെ അവിടേക്ക് തന്നെ. അത്ര പെട്ടെന്നൊന്നും അയാൾ നമ്മൾ അംഗീകരിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യും. ആ മുഖംമൂടി ഞാൻ വലിച്ചു കീറും. പിന്നെ ഓരോന്നോരോന്നായിട്ട് പറയും. മനസ്സിൽ തട്ടി അയാൾ എന്നെ മോളെന്ന് വിളിക്കുന്ന എനിക്ക് കേൾക്കണം. അമ്മ അറിയില്ല എന്ന് പറഞ്ഞ അയാള് അമ്മയെ തേടി ഇവിടെ വരുന്ന എനിക്ക് കാണണം. ഞാൻ പോയിട്ട് വരാം. ഹലോ. ആ മേനോനെ മൂന്നേട്ടാ. ആ എന്തൊക്കെയുണ്ടോ? സന്തോഷ വാർത്തകൾക്ക് അയച്ചു കുറവാണെന്നറിയാം. പക്ഷേ അങ്ങനെ അല്ലാതെ ഒരു വാർത്ത ഉണ്ട് മൂന്നേട്ടാ. ഞാൻ ദേ ഫോൺ ഒരാൾ കൊടുക്കാം. മൂന്തമാമ ദേവുവാ. ആ എന്താ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു ഗ്ലാഡ് ന്യൂസ്. ഇന്നെന്റെ പ്രിലിമിനറി എക്സാമിന്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ ഒരു IAS ആവാനുള്ള ആദ്യ പടി കയറിയെന്നർത്ഥം. ഇനി ഓരോ പടിയായി കയറി കയറി അങ്ങ് പോണം. അച്ഛന്റെ വലിയൊരു ആഗ്രഹമാ ദേവുവിനെ വലിയൊരു IAS കാണണമെന്ന്. അത് നടത്തി കൊടുക്കണം. എന്താ? ഞാൻ ശ്രമിക്കുന്നുണ്ട് മൂന്നാമാമ. ഇനിയിപ്പോ 10-ാം തീയതി ഒരു ടെസ്റ്റ് ഉണ്ട് ഡൽഹിയില്. അതിന് ഞാനും അച്ഛനും കൂടി പോവും 2 ദിവസത്തിനുള്ളില്. അതും കൂടി പറയാൻ ഇപ്പൊ വിളിച്ചത്. ആണോ? വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായി പ്രിപ്പയർ ചെയ്തതിന് ടെസ്റ്റ് എഴുതണം. ഇപ്പോഴത്തെ വിജയം അതിലും ഉണ്ടാവണം. ആ മോള് ഫോൺ അച്ഛനെന്ന് കൊടുത്തേ. കൊടുക്കാം. എന്താ മൂന്നേട്ടാ? സന്തോഷായില്ലടോ തനിക്കിപ്പോ? താൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ വരുന്ന കണ്ടോ ഇപ്പോ? ഒരു IAS അച്ഛനെന്നൊക്കെ പറഞ്ഞ എന്താ ഒരു ഗമ? ആ ഗമയേക്കാളൊക്കെ അപ്പുറം അച്ഛൻ ഉപേക്ഷിച്ച ഒരു കുഞ്ഞിന്റെ മുത്തച്ഛനാവാനുള്ള നിയോഗം കൂടി എനിക്കുണ്ടല്ലോ മുകുന്ദേട്ടാ. അതൊന്നും ഓർത്ത് താൻ വിഷമിക്കണ്ടോ. എല്ലാം ശരിയാവും.
ഇതെന്തൊരു സമയദോഷമാണെന്ന് കുട്ടിയാ മതി. സുഖു വരും. അങ്ങനെങ്ങ് വേണ്ടാന്ന് ചോദിക്കാൻ അവന് പറ്റുമോ? എത്രയൊക്കെ അല്ലാന്ന് പറഞ്ഞാലും അവന്റെ മനസ്സിലുണ്ടാവും അവന്റെ തന്നെ കുഞ്ഞാണെന്ന്. എനിക്കെന്തോ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും മനസ്സിൽ വരുന്നില്ല മുകുന്ദേട്ടാ. ഞാൻ അവനെ കണ്ടൊന്ന് സംസാരിച്ചാലോ? ഒരിക്കലും മുകുന്ദേട്ടൻ തന്നെ സംസാരിച്ചതല്ലേ അവനോട്? എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? ഉണ്ടായല്ലോ. അതുകൊണ്ടല്ലേ സുഖു സ്റ്റേഷനിൽ ചെന്ന് കല്യാണി ഇറക്കിക്കൊണ്ടുവന്നത്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അല്പം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അയാള് സമ്മതിച്ചില്ലേ? ഇപ്പൊ അത് മാത്രല്ല മുകുന്ദേട്ടാ പ്രശ്നം. ഇനിയിപ്പോ സുഖു സമ്മതിച്ചാലും കല്യാണി സമ്മതിക്കില്ല. സുഖുവിനോടൊത്തിനെ ജീവിക്കില്ല എന്ന് അവള് പറയുന്നേ. ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോ അവള് പറയുന്നത് ശരിയാ. ആ, താനിപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഞാൻ അങ്ങോട്ട് വരാം, നേരിട്ട് സംസാരിക്കാം. ഓക്കെ? ഇവിടെ ഏതായാലും അവനില്ലാന്നാ തോന്നണേ. വാ ഇങ്ങോട്ട്. വാ. സുഖു പോയില്ലേ അമ്മേ? പോയി. ഈ വീട്ടിൽ ഇനി മേലെ കാലൂത്തില്ലാന്ന് വിചാരിച്ചതാ. അളിയൻ ഓഫീസിലായിരിക്കും അറിയാവുന്നതുകൊണ്ട് മാത്രം കുത്തിയതാ. അളിയൻ ഞങ്ങളെ മറന്നാലും ഞങ്ങൾക്ക് അളിയനെ മറക്കാൻ പറ്റുമോ? കാശിങ് വാങ്ങിക്കുന്നവരെ. സുമിത്ര സുരഭി ക്ലാസ്സിൽ പോയോ അമ്മേ? പോയി. കാര്യങ്ങളൊന്നും ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഒരു തീരുമാനത്തിലെത്തണ്ടേ? കിട്ടാനുള്ള കാശിന് വേണ്ടി ഞങ്ങളിവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. അവധിയും പൊറുതിയൊക്കെ പറഞ്ഞു മടുത്തു. ഇത്രയും നാളും സുഖു തരുമെന്ന് എന്നെ പ്രതീക്ഷിച്ചു. ഇനിയിപ്പോ അവൻ തരില്ലാന്ന് കട്ടായം പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി എന്താ ചെയ്യാ? കിട്ടാൻ ഒരു ചാൻസ് കിട്ടിയതല്ലേ അളിയെ തട്ടിക്കളഞ്ഞത്. ഞങ്ങളുടെ കാര്യത്തിലൊരു ശുഷ്കാന്തി ഉണ്ടായിരുന്നെങ്കിൽ അളിയെ ഇങ്ങനെ കാണിക്കുമായിരുന്നോ? തരാനുള്ള കാശാണെങ്കിൽ വാങ്ങിക്കാനും എനിക്കറിയാം. ഈ ഭദ്രന്റെ തനി സ്വഭാവം അളിയെ കണ്ടിട്ടില്ല. അയ്യോ ഭദ്രേട്ട, വേണ്ട ഭദ്രേട്ട. ഒന്നുമില്ലെങ്കിൽ എന്റെ അനിയനല്ലേ. അവൻ എന്തെങ്കിലും അപരാധം കാണിച്ചാ നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്? അല്ല, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അമ്മ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. മനുഷ്യനായ ഇങ്ങനെ ബോധം വെളിവില്ലാണ്ട് ആവരുത്. സത്യത്തിൽ അളിയനും കല്യാണി തമ്മിൽ എന്താ പ്രശ്നം? കുറച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നയാ. എന്നാലും ഇത് ഇത്രയും രൂക്ഷമാവാൻ എന്താ കാരണം? എനിക്ക് എങ്ങനെ അറിയാം? അവന്റെ കാര്യല്ലേ. വല്ലതും തുറന്നു പറയുന്ന കൂട്ടത്തിലാണോ? എന്നാലും ഇവിടെ എന്തൊക്കെ നടക്കുന്നേന്ന് ഞങ്ങളെക്കാളേറെ അമ്മയ്ക്കല്ലേ അറിയുക. പണ്ടേ അകൽച്ചയിലായിരുന്നല്ലോ രണ്ടുപേരും. കല്യാണിയെ കാണാതായി തിരിച്ചു വന്നതിന് ശേഷം ഇത്രയും വഷളായത്. അങ്ങനെ വല്ല സംശയം ഉണ്ടായിരുന്നെങ്കിൽ അന്നേ കൊണ്ടുവിടണ്ടായിരുന്നോ വീട്ടില്? ഇതിപ്പോ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവിടുകയെന്ന് വെച്ചാ അതിലെന്തോ ഒരു പന്തികേടുണ്ട്. ഞാൻ സംശയിക്കുന്ന പോലെ ആണെങ്കിൽ സംഗതി ഇവിടെ കൊണ്ടൊന്നും തീരില്ല അമ്മായി. വെറുതെ അല്ല അവനിത്രയും ഭ്രാന്ത്. എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി എല്ലാവർക്കും കൊള്ളാം. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഞാൻ സംശയിക്കുന്ന പോലെ ആണെങ്കിൽ സംഗതി ഇവിടെ കൊണ്ടൊന്നും തീരില്ല അമ്മായി. വെറുതെ അല്ല അവനിത്രയും ഭ്രാന്ത്. എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി എല്ലാവർക്കും കൊള്ളാം. അമ്മയ്ക്കറിയായിരിക്കും എന്താ അവര് തമ്മിലുള്ള പ്രശ്നമെന്ന്. അങ്ങനെ വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല മോളെ. അന്ന് അവള് പുറപ്പെട്ടു പോയേ വന്നേ പിന്നെ രണ്ടുപേരും രണ്ടു വായില ഉറക്കെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോ അവള് പോയി വന്നതിന് ശേഷം അവരൊരുമിച്ച് ജീവിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോ അവളുടെ വയറ്റിലുള്ളത് അവന്റെ കൊച്ചാവാൻ സാധ്യതയില്ല. അതിനാണ് സാധ്യത. എന്നാലും ഇത്രയും ഭയങ്കരയാണല്ലോ എന്റെ മോൻ. ഈശ്വരാ, ദേ വരുന്നു. ഞാൻ പോയിട്ട് വരാം. എന്താ, ഞാൻ വരില്ലാന്ന് വിചാരിച്ചോ? മാഷ് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കാണും ഇനി ഒരിക്കലും ഞാനിങ്ങോട്ട് വരാതിരിക്കണേന്ന്, അല്ലേ?
പക്ഷെ എന്തിയാ മാഷേ, വേറെ ഏത് പ്രാർത്ഥന കേട്ടാലും മാഷിന്റെ ഈ ഒരു പ്രാർത്ഥന മാത്രം ഈശ്വരൻ കേൾക്കില്ല. ഇങ്ങനെ ഒരു കാര്യത്തില് ഇത്രയും വലിയൊരു തെറ്റിദ്ധാരണ കുട്ടിയുടെ മനസ്സിൽ എങ്ങനെ കടന്നുകൂടിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ധാരണകളിലെ തെറ്റും ശരിയും ഒക്കെ തിരുത്തേണ്ട കാലം വരും മാഷേ. അന്ന് മാഷ് പശ്ചാത്തപിക്കും. ഇപ്പോഴത്തെ മുഖംമൂടിയൊന്നും മതിയാവില്ല സത്യത്തെ മൂടി വെക്കാൻ. എനിക്ക് മുഖം മൂടിയില്ല, ഒന്നും മൂടി വെക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പിന്നെ അംഗീകരിച്ചുകൂടെ എന്നെ? അംഗീകരിക്കണം. സ്വന്തം രക്തത്തിൽ പിറന്ന മകളാണ് ഞാനെന്ന് അംഗീകരിച്ചേ പറ്റൂ. ലോകത്തിന് മുന്നിൽ വേണ്ട, അറ്റ്ലീസ്റ്റ് എന്റെ മുന്നിലെങ്കിലും അതൊന്ന് സമ്മതിച്ചു തരണം. സമ്മതിപ്പിക്കും ഞാൻ. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ പോവും. ഈ ചെടികളോട് കാണിക്കുന്ന അനുകമ്പെങ്കിലും എന്നോടൊന്ന് കാണിക്ക്. ഉള്ളില് മനുഷ്യത്വത്തിനൊരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ. ഗ്രീഷ്മ ചേച്ചി. ഹലോ, ഉച്ചയ്ക്ക് ഊണിന് ഒരാൾ കൂടി ഉണ്ടേ, ഒന്ന് ഗൗനിക്കണം. എപ്പോ തുടങ്ങി പ്രതീക്ഷിക്കാന്നറിയോ? കാണാതായപ്പോ കരുതി വരൂന്നൊക്കെ പറഞ്ഞ് വെറുതെ പറ്റിച്ചിട്ട് പോയതാന്ന്. അങ്ങനെ ഞാൻ പറ്റിക്കോ? വരാന്ന് പറഞ്ഞ വന്നിരിക്കും. ഒരല്പം വൈകി, അത് പിന്നെ അവിടുന്ന് ഇതുവരെ എത്തണ്ടേ. വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചു അല്ലേ? അത് ഞാൻ സമ്മതിച്ചു. സത്യം പറഞ്ഞ സമയം കിട്ടിയില്ല ദേവു, അതാ വിളിക്കാതിരുന്നത്. അതെന്താ? ആ നാട്ടിലൊക്കെ സമയത്തിന് അത്രയ്ക്ക് പഞ്ഞമാണോ? നാട്ടിലല്ല, വീട്ടില്. അവിടെ സമയം എത്ര കിട്ടിയാലും മതിയാവില്ല. കോണ്ടാക്ട് ചെയ്യാൻ ഒരു നമ്പർ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കായിരുന്നു. അതും തന്നില്ല. അതിന് സമയം കിട്ടിയില്ലായിരിക്കും. വീട്ടിലെ അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഒക്കെ സുഖല്ലേ മോളെ? സുഖം. അല്ല, അടുക്കളയിൽ കേറാത്ത ആളുകളൊക്കെ ഇന്നെന്താണാവോ കേറിയത്? ഇന്നെന്തോ സ്പെഷ്യൽ ഉണ്ടെന്ന് തോന്നല്ലോ. ചേച്ചി വരുമ്പോ ഒരു സ്പെഷ്യൽ ഇല്ലാതെ എങ്ങനെയാ? ഓ, അത് ചുമ്മാ. ചുമ്മാതൊന്നും അല്ല, കാര്യമൊക്കെ ഉണ്ട്. എന്താ ശാരദാമ്മേ? ദാ അവിടെ തന്നെ ചോദിക്ക്. എന്താ ദേവു? അതോ, ഹെർ ഹൈനസ് ഗ്രീഷ്മ ചേച്ചി സൽക്കരിക്കുമ്പോ കുറഞ്ഞത് ഒരു സ്പെഷ്യൽ ഐറ്റെങ്കിലും വേണോന്ന് മോളിന്നൊരു നിർദ്ദേശം കിട്ടി. അനുസരിക്കാതെ പറ്റുമോ? കാര്യം പറ മോളെ. ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. ഗ്ലാഡ് ന്യൂസ് ആണേ പറയുന്നേ. പറയാംന്നേ. അതെ, ഞാനൊരു വലിയ മല കയറിയതിന്റെ സന്തോഷത്തിലായിപ്പോ. എന്ന് പറഞ്ഞ സിവിൽ സർവീസ് പ്രിലിമിനറി ഞാൻ അങ്ങോട്ട് പാസ്സായി. ഈ വരുന്ന 10-ാം തീയതി ഡൽഹിയിൽ ടെസ്റ്റ്. അതോടി കഴിഞ്ഞാൽ ഒരുവിധം ശാന്തം. ഓ ഗോഡ്, റിയലി? ദേ കണ്ടോ, അതിനെ കളിയാക്കിയതല്ലേ. ഈ മന്ദബുദ്ധി എങ്ങനെ പാസ്സായിന്ന്. ആ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ശരിക്കും സന്തോഷം തോന്നുക. ഈ വീട്ടില് ഒരു കളക്ടറോ SP ഒക്കെ ഉണ്ടാവാന്ന് പറഞ്ഞ ചില്ലറ കാര്യ. കേട്ടപ്പോ ഞങ്ങൾക്കും വിശ്വാസം തോന്നിയില്ല. ഇവൾ ഇതിനു വേണ്ടി ഇരുന്ന് പഠിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു കോച്ചിങ് ക്ലാസ്സിന് പോയതാ ആകെ പഠിച്ചത്. അത് തന്നെ കൂടിപ്പോയി അല്ലേ ദേവൂട്ടി? എന്തായാലും ഇപ്പൊ സന്തോഷായല്ലോ. അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. കേട്ടപ്പോ ഞങ്ങൾക്കും വിശ്വാസം തോന്നിയില്ല. ഇവൾ ഇതിനു വേണ്ടി ഇരുന്ന് പഠിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു കോച്ചിങ് ക്ലാസ്സിന് പോയതാ ആകെ പഠിച്ചത്. അത് തന്നെ കൂടിപ്പോയി അല്ലേ ദേവൂട്ടി? എന്തായാലും ഇപ്പൊ സന്തോഷായല്ലോ. അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ. ടെസ്റ്റ് എന്ന ബാലികേറാമല വരുന്നതേ ഉള്ളൂ. അതോടെ കേറിയാലല്ലേ. എനിക്ക് ഉറപ്പുണ്ട്, ഒന്നുകൂടി ഉത്സാഹിച്ച ദേവുന് അതിനും കഴിയും. ഈശ്വരാനുഗ്രഹം കൂടെ വേണം. ഉണ്ടാവുന്നേ. എല്ലാവരുടെയും പ്രാർത്ഥന പോലെ ഒരു IAS കാരിയായിട്ട് വരും ദേവു, ഇല്ലേ? അത് പോട്ടെ, ഇപ്പോഴത്തെ ഈ ജയത്തിന് എനിക്കെന്താ ഒരു ട്രീറ്റ്? ഉച്ചയൂണിനൊരു സ്പെഷ്യൽ ഐറ്റം ഒന്നങ്ങ് ഒതുക്കാന്നാ? ഗ്രീഷ്മ ചേച്ചിക്ക് എന്താ വേണ്ടേ? ചോദിക്കുന്ന എന്തും തരാം, പോരെ? പ്രോമിസ്? പ്രോമിസ്. എന്തായാലും ഡൽഹിയിൽ പോയി ടെസ്റ്റ് എഴുതി വേഗം വാ, എന്നിട്ട് ചോദിക്കാം. ഓക്കേ?
ഗ്രീഷ്മ ചേച്ചി ഈ ആളെ അറിയില്ലേ? കല്യാണി. ഞാൻ ഗ്രീഷ്മ. അറിയാം. ഇവിടുന്ന് വിശദമായ റിപ്പോർട്ട്സ് കിട്ടിക്കാണു അല്ലേ? കല്യാണി നേരിട്ടൊന്ന് കണ്ട് പരിചയപ്പെടാൻ ഞാനും ദേവും ഒരു ദിവസം ഒരുങ്ങിയതാ. പിന്നെന്തോ അത് നടന്നില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. എന്നാ വന്നത്? ഇന്നലെ. കല്യാണിയെ പറ്റിയും എനിക്കൊരു നല്ല ബ്രീഫിംഗ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാം എനിക്കറിയാം. ഒക്കെ നേരെയാവും കല്യാണി. ഇപ്പൊ എന്താ അവിടെ പുതിയ പ്രശ്നം? അത് പിന്നീട് പറയാം ചേച്ചി. തൽക്കാലം ഞങ്ങൾക്കൊരു കമ്പനിയായി. അപ്പൊ വിശദമായിട്ട് പിന്നെ. ഞാൻ കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ഓക്കെ? ആ പിന്നെ ഗ്രീഷ്മ ചേച്ചി, നമുക്കിന്ന് ഒരിടം വരെ പോണം. എങ്ങോട്ടാ? കിച്ചുനെ ഒന്ന് കാണണം. ഇപ്പൊ റിമാൻഡില, സബ് ജയിലിൽ. ഒരർത്ഥത്തിൽ നമുക്ക് വേണ്ടിയല്ലേ കിച്ചു ജയിലിൽ കിടക്കുന്നത്? ഏയ്, എന്താടോ ഇത്? സോറി, എല്ലാത്തിനും സോറി. വെറുതെ സോറി പറഞ്ഞാൽ തീരുന്നതല്ല കിച്ചുവിന്റെ വിഷമമെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ മറ്റൊന്നും ചെയ്യാൻ എനിക്കാവില്ലല്ലോ. അതിന് താനെന്ത് ചെയ്തെന്നാ? ഞങ്ങള് കാരണമല്ലേ, ഞങ്ങളോടുള്ള അടുപ്പം കാരണമല്ലേ കിച്ചുവിന് ഈ അവസ്ഥ വന്നത്. അതൊന്നും ഒരു കാരണമല്ല ദേവേനി. ആരൊക്കെയോ കരുതിക്കൂട്ടി കളിക്കുന്ന ഒരു നാടകം ഇത്. അതിലാടാൻ ഞാൻ വിധിക്കപ്പെട്ടു കഴിഞ്ഞു. എന്റെ വിധിയായത്. അല്ല, കിച്ചുപ്പ പറഞ്ഞില്ലേ ആരൊക്കെയോ കരുതിക്കൂട്ടി കളിക്കുന്ന ഒരു നാടകമാ ഇതെന്ന്. അതില് ഇനിയും രംഗത്ത് വരാത്ത കഥാപാത്രങ്ങളുണ്ട്. അവരെ പുറത്തു കൊണ്ടുവരണം. അതിനാവണം നമ്മുടെ ശ്രമം. ഒന്നും നടക്കില്ല ഗ്രീഷ്മ. ഇതൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത എന്നെ കേസിൽ കുടുക്കി തെളിവുണ്ടാക്കി സബ് ജയിലിൽ വരെ എത്തിച്ചവർക്ക് എനിക്കൊരു ശിക്ഷ വാങ്ങി തരുന്നത് നിസ്സാരമായിരിക്കും. ഒന്നുമല്ല, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് അനുശാസിക്കുന്ന നിയമമുള്ള നാടല്ലേ ഇത്? സിവിൽ സർവീസിന് പോയി തുടങ്ങിയില്ല, അതിനു മുമ്പേ തുടങ്ങിയോ നിയമത്തെ പിടിച്ചുള്ള വാദം? എന്തായാലോ റിസൾട്ട് വന്നോ പ്രിലിമിനറിയുടെ? വന്നു, പ്രിലിമിനറി കിട്ടി. അടുത്ത ആഴ്ച ടെസ്റ്റിന് പോണം ഡൽഹിയില്. കൺഗ്രാചുലേഷൻസ്. ഇനിയിപ്പോ താൻ IAS കാരിയായി വന്നിട്ട് എന്നെ പുറത്തിറക്കിയാൽ മതി. പുറത്തിറക്കിയ മാത്രം മതിയോ? അത് കഴിഞ്ഞ് വേണ്ട ചേച്ചി, വെറുതെ അനാവശ്യം പറയണ്ട. കല്യാണം കഴിക്കാന്ന് പറയുന്ന അനാവശ്യമാണോ? IAS കാരിയും ജയിൽ പുള്ളിയും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. സാറേ തമാശയാണേ, ഫീൽഡ് ചെയ്യല്ലേ? താൻ പറഞ്ഞോടോ. പറഞ്ഞു പറഞ്ഞ് കാര്യത്തിൽ നിന്നങ്ങ് പോയി. കിച്ചുവിനെ കേസിൽ കൊടുക്കാൻ ഇൻട്രസ്റ്റ് എടുത്തത് ആ CI അല്ലേ, വിശ്വം. അയാളുടെ പ്രിയ സുഹൃത്ത് അലക്സാണ്ടറുടെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടുപിടിക്കാനുള്ള വെപ്രാളോ അയാൾക്ക്. ആ വെപ്രാളത്തെപ്പെട്ട് ഞെരിഞ്ഞമർന്നു പോവാൻ നമ്മുടെ ലൈഫ് നമ്മൾ എന്തിനു വിട്ടുകൊടുക്കണം? അതിനുള്ള വഴി ഈ അന്വേഷണത്തിൽ നിന്ന് ആ സർക്കിളിനെ മാറ്റി നിർത്താന്നുള്ളതാ. അതെങ്ങനെ പറ്റും ദേവേനി? ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ശ്രമിച്ച വഴിയാ അത്. ഒരിക്കൽ കൂടി ശ്രമിച്ചാൽ ചിലപ്പോ. എന്താ? അതൊരു സസ്പെൻസ്.